നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചില പാർട്ട് ടൈം ആയിട്ട് അല്ലെ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യാവുന്ന ചില തൊഴിൽ അവസരങ്ങളാണ്. ജിഗ് ജോബ്സ് എന്നൊക്കെ വിളിക്കാവുന്ന ചില അവസരങ്ങൾ, കൂടുതലും ഓൺലൈൻ ആയിട്ടുള്ള അവസരങ്ങളാണ്. അങ്ങനെയുള്ള ഒരു 10-12 അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ എല്ലാ അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നില്ല. ഒരു 5ഓളം അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. ബാക്കി അവസരങ്ങൾ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിക്കാം. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പം മറ്റേ വീഡിയോയും കൂടി കാണുവാനായിട്ട് നിങ്ങൾ മറക്കല്ല്. അപ്പം നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, അതേപോലെയുള്ള കൂടുതൽ അവസരങ്ങൾ, പാർട്ട് ടൈം ജോലി മാത്രമല്ല ഫുൾ ടൈം ആയിട്ടുള്ള അവസരങ്ങൾ, കരിയർ അറിവുകൾ, കരിയർ അവസരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ പാർട്ട് ടൈം ആയിട്ട് അല്ലെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാവുന്ന ചില അവസരങ്ങൾ അത് വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആമുഖം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ 4 കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അവർക്ക് ഈ ഓൺലൈനിലൂടെയുള്ള തൊഴിൽ അവസരങ്ങൾ നല്ലൊരു ശതമാനം തട്ടിപ്പാണ് എന്ന് ഓർത്തിരിക്കണം എന്നുള്ളതാണ്. പല അവസരങ്ങളും വളരെ എന്താ പറയുക ആകർഷകമായിട്ട് തോന്നിയേക്കാം, എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും അതൊക്കെ തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കോഷൻ, വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഓൺലൈൻ ജോലികൾ തിരഞ്ഞെടുക്കാവുള്ളൂ. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് അല്ലെങ്കിൽ ക്രെഡിബിൾ ആണ് എന്ന് തോന്നിയ അവസരങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഇവിടെ സൂചിപ്പിക്കാനായിട്ട് പോവുക. ഏതായാലും എക്സ്ട്രീം ആയിട്ടുള്ള കോഷൻ എടുക്കണം. ഫ്രോഡിന്റെ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം പറയാനായിട്ടുള്ളത്, ലോ വാല്യൂ ടാസ്കുകളുണ്ട്. അതായത് ഈ ക്യാപ്ച ടൈപ്പിങ് അല്ലെ ഡേറ്റ എൻട്രി, ഇങ്ങനെയുള്ള ജോലികൾ ആർക്കും ചെയ്യാനായിട്ട് പറ്റും. അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ജോലികൾക്ക് പോയാൽ നിങ്ങൾ ഇടുന്ന എഫർട്ടിന് തക്ക വരുമാനം സാധാരണഗതിയിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു വളരെ പൂർ ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിൽ വേണം. എന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺലൈൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ഫ്രീലാൻസ് ജോലികൾക്ക് ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ വരുമാനം കിട്ടുവാൻ ഉതകുക എന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ളത്, പലരും ചിന്തിച്ചേക്കുന്ന ഈ ഓൺലൈൻ ജോലികളൊക്കെ വളരെ സിമ്പിൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഓർക്കുക, റിയൽ ആയിട്ടുള്ള സ്കില്ലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫർട്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഓൺലൈൻ ജോലികൾക്കും ആവശ്യമുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുക. അല്ലാതെ സിമ്പിൾ ആയിട്ട് അതിനെ കാണല്ല എന്നുള്ള കാര്യം ഓർക്കുക. നാലാമതായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ പറയാൻ പോകുന്ന അവസരങ്ങൾ ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ അല്ലെങ്കിൽ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കോളേജിലെ സ്റ്റുഡൻസിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആധികാരികമായിട്ട് ഇത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വേരിഫിക്കേഷനോടെ ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് പോകാവുള്ളൂ എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഓൺലൈൻ ജോബിനെ കുറിച്ച് ആമുഖമായിട്ട് ഒന്ന് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യണം? ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരു പാർട്ട് ടൈം ജോലിയെക്കുറിച്ച് ചിന്തിക്കണം. അത് നിങ്ങളുടെ ഫുൾ ടൈം ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിധത്തിൽ ഹെൽപ്ഫുൾ ആവും. നിങ്ങളൊരു പാർട്ട് ടൈം ജോലി ചെയ്ത വ്യക്തിയാണ് എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫുൾ ടൈം ജോലി കിട്ടുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. കാരണം റിക്രൂട്ടേഴ്സ് എപ്പോഴും അങ്ങനെയുള്ളവരെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്നവർ, ജോലി തേടുന്നവരാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. പിന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുവാനുള്ള അവസരങ്ങൾ, വീടിൻ്റെ കംഫർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രശ്നമുള്ളവർ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ജോലികൾ എളുപ്പമായിരിക്കും. ഒരു പോക്കറ്റ് മണി, ഇവിടെ പറയാൻ പോകുന്ന ചില അവസരങ്ങളിൽ പോക്കറ്റ് മണി അല്ല, ബിഗ് മണി നേടുവാൻ സഹായകരമായുള്ള അവസരങ്ങൾ വരെയുണ്ട്. അപ്പം അങ്ങനെ ചില പണം ഉണ്ടാക്കുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ സ്കില്ലിങ്, നമുക്ക് നമ്മുടെ സ്കില്ലുകൾ ഒന്ന് തേച്ച് മിനുക്കി ഇംപ്രൂവ് ചെയ്യുവാനായിട്ട്, ഒരു ഫുൾ ടൈം ജോലിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കില്ലുകളൊക്കെ ഓക്കെയാണ് എന്ന് ഉറപ്പുവരുത്തുവാനും ഒക്കെ ഈ ജോലികൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അത് സ്റ്റുഡൻസ് മാത്രമല്ല, ഇവിടെ പറയാൻ പോകുന്ന പല അവസരങ്ങളും വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന്, അവർക്ക് ഫ്രീ ടൈം ഒക്കെ ഉള്ളപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. ഓർക്കുക, ഇന്ന് ഒരു
റവന്യൂ സോഴ്സിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സുകളെ കുറിച്ച് ചിന്തിക്കുക. അതിനൊക്കെ ഈ ജോലികൾ ഒരുപക്ഷെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് ഈ അവസരങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ അവസരം ഞാൻ പറയാനായിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI നഷ്ടപ്പെടുത്തിയ ചില അവസരങ്ങളും AI കൊണ്ടുവന്ന ചില അവസരങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കല്ലേ, AI കൊണ്ടുവന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയണം, അല്ലെങ്കിൽ അത് പഠിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു അവസരങ്ങൾ എന്ന് ചിന്തിക്കല്. എല്ലാ മേഖലയിൽ നിന്നുള്ളവർക്കും അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില അവസരങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തിരുന്ന പാർട്ട് ടൈം ജോബ് അത് ചെക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസരമായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും ചെക്ക് ഇന്ത്യ എന്ന് കേട്ട് കാണാം. ഇല്ലെങ്കിൽ checkindia.com എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് പോകാം. അവിടെ നമ്മൾ ചെയ്യുന്നത് വിദേശത്തൊക്കെയുള്ള പിള്ളേരുടെ ഹോംവർക്ക് അവർ ഈ ചെക്ക് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടും. ആ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. ആ സബ്ജക്റ്റിൽ ഒരു ടെസ്റ്റ് എഴുതണം. 10 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 6 എണ്ണം ജയിച്ചാൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ അതിന് ചില വരികളിൽ ഉത്തരം എഴുതുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരു ഉത്തരത്തിന് ഒരു 150 മുതൽ 300 രൂപ വരെയുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ ഡെയിലി ഒരു 10 ഉത്തരം എഴുതുവാണെങ്കിൽ ഒരു 12,000 രൂപ നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമായിരുന്നു ചെക്ക് ഇന്ത്യ എന്നുള്ളത്. ഞാനിത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ അടുത്തുള്ള പല കുട്ടികളും ഓരോ മാസവും ഏതാണ്ട് 50,000 അധികം രൂപ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി പേരെ ചെക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഈ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? AI വന്നതോടെ ഈ ചെക്ക് ഇന്ത്യ പോലെയുള്ള അവിടെ ഉള്ള അവസരങ്ങൾ കുറഞ്ഞു. കാരണം ഇന്ന് വിദേശത്തൊക്കെയുള്ള പിള്ളേർക്ക് അവരുടെ ഹോംവർക്ക് ചെയ്യാൻ ചെക്ക് ഇന്ത്യയിൽ പോയി ഇടേണ്ട കാര്യമില്ല. അവർക്ക് ഈ ChatGPT ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജോലികൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ഇന്ത്യ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെയൊക്കെ പോയാൽ ഒട്ടനവധി പാർട്ട് ടൈം ജോലികളുടെ ഐഡിയാസ് അവിടെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാനായിട്ട് കഴിയും. അപ്പോൾ ചെക്ക് ഇന്ത്യ പോലെയുള്ള അവസരങ്ങൾ AI കളഞ്ഞെങ്കിൽ AI കൊണ്ടുവന്ന കുറേ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു അവസരം എന്ന് പറഞ്ഞാൽ AI പ്ലാറ്റ്ഫോമുകളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി AI പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ? അതിനെയൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് മെച്ചപ്പെടുത്തുവാനായിട്ട് നമ്മളെപ്പോലെയുള്ള എക്സ്പേർട്സിനെ ഇന്ന് വലിയ നമ്പേഴ്സിൽ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സൈറ്റാണ് ഇവിടെ നിങ്ങൾ എഴുതിയേക്കുന്ന കാണാൻ സാധിക്കും, outlier.ai. ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ജോലികൾ കണ്ടെത്താനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോവുക. അവിടെ പോയിട്ട് ഇന്ത്യ എന്ന ഓപ്ഷൻ എടുക്കുക. ഇന്ത്യ എന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് ടൈം അല്ലെ ഫ്രീലാൻസ് ജോബ്സ് അല്ലെ വർക്ക് ഫ്രം ഹോം ജോബ്സ് എടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എത്ര അവസരമുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ കുറേ മേഖലകളിലുള്ള അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈവൻ മലയാളം അറിയാവുന്നവർക്ക് വരെ അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ മാത്സ് അറിയാവുന്നവർക്ക്, സുവോളജി, ബോട്ടണി, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്, മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയുള്ള അവസരങ്ങളുണ്ട്. എന്താണ് അവസരങ്ങൾ? ഈ അവസരങ്ങൾ വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോയാണ്. ആ സ്റ്റുഡൻറ്റ് ഈ ഔട്ട്ലെയറിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനത്തിൽ മറ്റു പല ഞങ്ങളുടെ സ്റ്റുഡൻസും ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതോടെ പലരും ഈ ഒരു അവസരം മനസ്സിലാക്കി അതിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ അവസരങ്ങൾ? AI പ്ലാറ്റ്ഫോംസിനെ ട്രെയിൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ അതിനകത്തൊരു മലയാളം, ഇപ്പം എനിക്കറിയില്ല മലയാളം ഉണ്ടോ എന്ന്. മലയാളം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മലയാള എക്സ്പേർട്ടായിട്ട് അതിൽ വർക്ക് ചെയ്യാം. ആദ്യം ഒരു പരീക്ഷയൊക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. മലയാള എക്സ്പേർട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആ പ്ലാറ്റ്ഫോമിനെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ആ AI പ്ലാറ്റ്ഫോമുകളിൽ മലയാളത്തിന് ഇപ്പം നമ്മളൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്തെങ്കിലും അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്ലൈ ആയിട്ട് വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. ഞാൻ പലപ്പോഴും ഫ്രഷർ എന്ന് പറഞ്ഞാൽ പല AI പ്ലാറ്റ്ഫോമും കേൾക്കുന്നത് പ്രഷർ എന്നായിരിക്കും, അല്ലെ എഴുതി വരുന്നത് പ്രഷർ എന്നായിരിക്കും. അപ്പോൾ അതവിടെ തെറ്റാണ്. അപ്പോൾ അതിനെ തിരുത്തുക. ഇതാണ് മലയാളത്തിൽ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അല്പം കംഫർട്ടബിൾ ആണെങ്കിൽ ഇംഗ്ലീഷിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം, അല്ലെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് ഈ AI പ്ലാറ്റ്ഫോംസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ ഈ ഔട്ട്ലയർ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എലോൺ മസ്കിന്റെ XAI മറ്റൊരു ഉദാഹരണം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പോയി പരിശോധിച്ചാൽ, സെർച്ച് ചെയ്താൽ അങ്ങനെയുള്ള വീഡിയോകൾ കാണാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ വീഡിയോകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പം
AI പ്ലാറ്റ്ഫോമുകളിലെ ട്രെയിൻ ചെയ്യുക എന്ന തൊഴിലവസരം ഇന്ന് ലുക്രറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻ്റ് ഒക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ഞാൻ ആദ്യത്തെ ഒരു അവസരം എന്ന നിലയിൽ ഞങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് AI കൊണ്ടുവന്ന അവസരങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസിനെ ട്രെയിൻ ചെയ്യുക. അതിനൊരു ഉദാഹരണമാണ് ഔട്ട്ലയർ അല്ലെ XAI. അങ്ങനെയുള്ള കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയ തിരഞ്ഞെടുത്ത് ആ ഏരിയയിൽ ടെസ്റ്റ് എഴുതി, സിമ്പിൾ ടെസ്റ്റാണ്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം അങ്ങനെയുള്ള അവസരമാണ്. ഈ ഔട്ട്ലയർ തന്നെ അവർ പറയുന്നുണ്ട് 500 മില്യൺ പ്ലസ് US ഡോളർ അവരെ ഇങ്ങനെയുള്ള പാർട്ട് ടൈമേഴ്സിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം എക്സ്പേർട്സ് ഈ ഔട്ട്ലെയറിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പലരും എൻ്റെ സ്റ്റുഡൻസ് ആണ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ഏതാണ്ട് 50ലധികം രാജ്യങ്ങളിൽ അവസരങ്ങൾ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് ഔട്ട്ലെയർ എന്നുള്ളത്. അപ്പം ഇങ്ങനെ AI കൊണ്ടുവരുന്ന അവസരങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു അവസരം അതെന്തായിരിക്കും? ഇവിടെ കുറേ എന്താ പറയുക, കുറേ ലോഗോസ് നൽകിയിട്ടുണ്ട് അല്ലേ? ഇത് എന്തിൻ്റെ ലോഗോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ മേളിൽ ഗൂഗിൾ അഡ്വാൻറ്റേജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഗൂഗിളിൻ്റെ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് ആണ് എന്ന് നമുക്കറിയാം. Gmail അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ ഫോട്ടോസ്, അങ്ങനെയൊക്കെയുള്ള ഏതാണ്ട് ഗൂഗിളിന് ഏതാണ്ട് 800ലധികം പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഉണ്ട്. ആക്റ്റീവായിട്ട് തന്നെ ഒരു 10-250 എണ്ണം ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഗൂഗിളിൻ്റെ മിനിമം ഒരു 10-15 പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി നമ്മൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരല്പം അതിശക്തിയാണെന്ന് കരുതും, എന്നാൽ അതൊരു വാസ്തവമാണ്. ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ ഞങ്ങളെ എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യുക. നല്ല എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്താൽ അതിലൂടെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ഞാനിപ്പം നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് യൂട്യൂബിലൂടെയാണ് അല്ലേ? യൂട്യൂബിലൂടെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടും. അങ്ങനെ 100 കണക്കിന് ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അതിലൂടെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പം യൂട്യൂബ് എന്നുള്ള മാർഗത്തിലൂടെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റൊരു സർവീസാണ് ഗൂഗിൾ ആഡ്സെൻസ്. എൻ്റെ വെബ്സൈറ്റുകളിലും എൻ്റെ ബ്ലോഗുകളിലും ഒക്കെ നിങ്ങൾ പോകുമ്പോൾ അവിടെ ചില പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നതിലൂടെ ഗൂഗിൾ ആഡ്സെൻസിലൂടെ എനിക്ക് വരുമാനം കിട്ടും അല്ലേ? അപ്പം ഞാൻ ഗൂഗിളിനെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ യൂട്യൂബിലൂടെയും ഗൂഗിൾ ആഡ്സെൻസിലൂടെ ആയിരിക്കും. ഇങ്ങനെ ഗൂഗിളിൻ്റെ 100 കണക്കിന് പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്താൽ അത് തന്നെ ഒരു വരുമാന സോഴ്സായിട്ട് മാറാനായിട്ട് കഴിയും. എൻ്റെ നേതൃത്വത്തിൽ ബ്രിജേഷ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ ഞങ്ങൾ മുൻപ് നൽകിയിരുന്ന ഒരു കോഴ്സാണ് ഗൂഗിൾ സൈറ്റ് പഠിപ്പിക്കുക എന്നുള്ളത്. സൗജന്യമായിട്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 3 ദിവസത്തെ ക്ലാസ് ആണ്, ഓൺലൈനിലാണ്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാം. ഗൂഗിൾ സൈറ്റ് പഠിപ്പിക്കും. എന്താ ഗൂഗിൾ സൈറ്റ്? ഗൂഗിൾ സൈറ്റ് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ ഉപയോഗിക്കുന്ന ലാഭത്തോടെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് സ്വയമേ നിർമ്മിക്കാനായിട്ട് കഴിയും. ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കമ്പനികൾക്ക് നിർമ്മിച്ച് നൽകിയാൽ 10-15,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഈടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിലൂടെ വരുമാനം ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതിനുള്ളൊരു സ്കില്ലാണ് ഗൂഗിൾ സൈറ്റ് എന്നുള്ളത്. എന്നാൽ ഇക്കാലത്ത് നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിർത്തി. കാരണം ഈ AI വന്നതോടെ ഗൂഗിൾ സൈറ്റിൻ്റെ ഒക്കെ പഴയ ഒരു അപ്രമാദിത്വം അല്ലെ വേർഡ് പ്രസ് പോലെയുള്ളതിൻ്റെ ഒക്കെ അപ്രമാദിത്വം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI-യിൽ ചില ടൂൾസ് പഠിച്ചാൽ നിങ്ങൾക്ക് കോഡിംഗ് ഒന്നും ഇല്ലാതെ സൈറ്റ് ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാനായിട്ട് പറയാം. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഗൂഗിളിൻ്റെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസ്, അത് ഗൂഗിൾ മാപ്പിൽ പോലും എനിക്കറിയാവുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഗൂഗിൾ മാപ്സിൽ കോൺട്രിബ്യൂട്ടറാണ്. അതിലൂടെ ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് US-ലേക്ക് വരെ ക്ഷണം കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൂഗിൾ പ്രോഡക്റ്റ് അല്ലെ സർവീസ്, അതിൽ എക്സ്പെർട്ടൈസ് എടുക്കുക, അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി അതിൽ ഒന്ന് പ്രവർത്തിച്ചാൽ അതിലൂടെ വരുമാനം ഉണ്ടാക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, നിങ്ങളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൂഗിൾ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് രണ്ടാമത് പറയാനായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ പയ്യനെ പരിചയമുണ്ടോ? ഒരു കാലത്ത് റിച്ചസ്റ്റ് യൂട്യൂബർ ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആരായിരുന്നു ഈ പയ്യൻ? റയാൻ കാജി. 3-ാം വയസ്സിൽ യൂട്യൂബിലേക്ക് എത്തിയ ഒരു പയ്യനാണ് അല്ലെ. ഇന്നിപ്പം പുള്ളിക്ക് ഒരു 10-12 വയസ്സൊക്കെ ആയി കാണുമായിരിക്കും.
2018-20 കാലങ്ങളിൽ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലുള്ള ഒരുപക്ഷെ നമുക്ക് വായിച്ചെടുക്കാൻ പോലും പറ്റി എന്ന് വരത്തില്ല, അല്ലെ? എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പയ്യൻ, അല്ലെ? ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, വിദ്യാഭ്യാസം ഇല്ല, ഒരു കൊച്ചു പയ്യൻ. ഹി ക്യാൻ ഏൺ ദിസ് മച്ച് മണി. അല്ലെങ്കിൽ ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് എന്നുള്ളത്. ഉറപ്പായും നിങ്ങൾ ഒരുപക്ഷെ പറയുന്നത് മിസ്റ്റർ ബീസ്റ്റ് എന്നുള്ളതായിരിക്കും, അല്ലെ? മിസ്റ്റർ ബീറ്റ്സ് എന്ന് പറഞ്ഞ മനുഷ്യന് 30 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സെൽഫ് മെയ്ഡ് ബില്യണിയർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിനൊക്കെ എത്രയായിരിക്കും വരുമാനം, അല്ലെ? ഇതൊക്കെ സാധ്യമായത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, അല്ലെ? അപ്പൊ സോഷ്യൽ മീഡിയ എന്നുള്ളത് 3ാമത്തെ ഒരു അവസരമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്, അല്ലെ? സോഷ്യൽ മീഡിയയിലൂടെ. അപ്പൊ നിങ്ങൾ അവർക്ക് നിങ്ങൾ വലിയ യൂട്യൂബർ ആകണം, അല്ലെ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. ഒരു വാട്സാപ്പിലൂടെ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്, അല്ലെ? അപ്പൊ സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആകാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇഫ് ഐ ക്യാൻ, വൈ നോട്ട് യു? എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല? കാരണം ഞാൻ അത്ര എന്താ പറയുക, ഈ കമ്പ്യൂട്ടർ സാവി ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, അല്ലെ? അതല്ലെങ്കിൽ ഞാൻ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്, കേരളത്തിലെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് കൺസോർഷ്യത്തിന്റെ ചെയർമാനാണ്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ സമയം കണ്ടെത്തി യൂട്യൂബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ര കമ്പ്യൂട്ടർ സാവി അല്ലാത്ത എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ വൈ നോട്ട് യു? അതല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ ഒരു പടം എവിടെ വെച്ചിട്ടുണ്ട്, അല്ലെ? ഞങ്ങൾക്ക് പരിചിതമായ വ്യക്തിയാണ് ആറാട്ടണ്ണൻ, ആറാടുകയാണ്, അല്ലെ? ആറാട്ടണ്ണന് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അലിൻ ജോസ് പരേരയ്ക്ക് കഴിയുമെങ്കിൽ വൈ നോട്ട് യു? അല്ലെ? നിങ്ങൾക്കും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ഒക്കെ ആകാനായിട്ട് പറ്റും. ഈസി ടു സ്റ്റാർട്ട്. ഇപ്പോൾ ഇനി യൂട്യൂബർ ആണോന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വേണം? വേണ്ട, സീറോ. എനിക്കിപ്പോഴും ക്യാമറ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ വെബ് ക്യാമിലൂടെയാണ്. അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ ഇല്ല, അല്ലെ? എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല. എനിക്ക് എൻ്റെ പിള്ളേരാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തു തരുന്നത്. അപ്പം എഡിറ്റിംഗ് അറിയാത്ത, ക്യാമറ ഇല്ലാത്ത എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ? അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇമെയിലിന്റെ മേളിൽ 9 കുത്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ യൂട്യൂബ്, ഈ ഗൂഗിളിന്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻക്ലൂഡിങ് യൂട്യൂബ് നിങ്ങൾക്ക് കിട്ടും. ഈസി ടു സ്റ്റാർട്ടാണ്, പണച്ചെലവില്ല, വേണ്ട. വാട്സാപ്പ് നിങ്ങളുടെ ഒക്കെ ഫോണിൽ കാണും, അല്ലെ? സൗജന്യമായിട്ടുള്ള. അതിലൂടെ വരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള ഇഷ്ടംപോലെ മാർഗമുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് വാട്സാപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വരുമാനം നേടുവാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ, അവിടെ ഒരു ഏജ് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, അല്ലെ? ഫെയിം ആൻഡ് റെക്കഗ്നീഷൻ ഒക്കെ ലഭ്യമാകും. പക്ഷെ ഇതിലൊക്കെ ഒന്ന് ശരിയായി ഉപയോഗിക്കണം എന്ന് മാത്രം. ഒരു സുപ്രഭാതത്തിലൊന്നും ഇത് നടന്നു എന്ന് വരത്തില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ സോഷ്യൽ മീഡിയ ഇസ് അനദർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കും, യൂട്യൂബിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ആയാൽ മാത്രമല്ലേ വലിയ അവസരങ്ങളിലേക്ക് എത്താൻ പറ്റൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ വിളിക്കും. കാരണം അതിൽ അങ്ങനെയുള്ളവരൊക്കെ 4 തട്ടുകളായിട്ട് എക്സ്പേർട്സ് തിരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതൊരു പഴയ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ഒരു അറിവിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? മെഗാ ഇൻഫ്ലുവൻസേഴ്സ്, 1 മില്യണിലധികം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വലിയ സിനിമാ താരങ്ങളെയും ഒക്കെ മെഗാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും, അല്ലെ? പിന്നെ മാക്രോ ഇൻഫ്ലുവൻസേഴ്സ്, ഒരു 40,000 മുതൽ 1 മില്യൺ വരെയുള്ള ഫോളോവേഴ്സിനെയൊക്കെ മാക്രോ എന്ന് വിളിക്കും. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 8.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണുള്ളത്. അപ്പൊ എന്നെയൊക്കെ വേണമെങ്കിൽ ഒരു മാക്രോ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാം. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, 1000 മുതൽ 40,000 വരെ ഫോളോവേഴ്സ് ഉള്ളത്. നാനോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, 1000-ൽ താഴെയുള്ളവർ, അല്ലെ? ഒരുപക്ഷെ നിങ്ങൾക്ക് 1000 പേര് പോലും കാണുമെന്ന് വരത്തില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അല്ലെ, നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഒരു യൂട്യൂബോ ഒരു ഇൻസ്റ്റയോ ഒന്നും ചിലപ്പോൾ കണ്ടു എന്ന് വരത്തില്ല. നിങ്ങളെ വിളിക്കുന്നത് ന്യൂബീസ് എന്ന് വിളിക്കും. പക്ഷെ നിങ്ങൾക്കും ഇവിടെ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു നിഷിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയും. നിഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ. അപ്പൊ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ്, ഇങ്ങനെ കരിയറുമായി ബന്ധപ്പെട്ട. അത് ഇങ്ങനെ എന്തുമാത്രം നിഷുകളുണ്ട്. ഏതെങ്കിലും ഒരു നിഷ് ഞങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ഒരു EV വണ്ടി എടുത്തു. അപ്പം ഞാൻ ഈയിടെയായിട്ട് EVയുമായി ബന്ധപ്പെട്ട, ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാറുണ്ട്. എത്ര യൂട്യൂബേഴ്സ്, എത്ര ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാരുണ്ടെന്നറിയാം EVയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
എന്താ അവരുടെ ഗുണം? അവർക്ക് അവരുടെ ഫോളോവേഴ്സ് EVയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു EVയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് എപ്പോഴും പ്രിഫർ ചെയ്യുക 1 മില്യണിലധികമുള്ള മെഗാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കോടിക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനായിരിക്കില്ല. അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് പോയിട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ വലിയ തുക കൊടുത്ത് അവരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരിക്കത്തില്ല. മറിച്ച് EV കമ്പനികൾ എപ്പോഴും നോക്കുന്നത് EV റിലേറ്റഡ് ആയിട്ടുള്ള നിഷിൽ വർക്ക് ചെയ്യുന്നവരെയായിരിക്കും. അവർക്ക് ചിലപ്പം 500 ഫോളോവേഴ്സേ കാണത്തുള്ളൂ, പക്ഷെ ആ 500 പേരും EV വാഹനങ്ങളിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഈ 500 പേര് വഴി എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഈ 500 പേരിലേക്ക് എത്തും, എന്നാൽ അവർക്ക് വലിയ തുക കൊടുക്കേണ്ടയും വരുത്തുമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഈ ചെറിയ ന്യൂബീസ് അല്ലെ നാനോ ഇൻഫ്ലുവൻസേഴ്സിനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവസരങ്ങൾ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ വരുമാനത്തിന് മാർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. കണ്ണു തുറന്ന് ഈ അവസരങ്ങൾ കാണണം എന്ന് മാത്രം. അപ്പൊ ഞാൻ മൂന്നാമത് സൂചിപ്പിച്ചത് സോഷ്യൽ മീഡിയ എന്നുള്ള അവസരമാണ്. 3 അവസരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. AI കൊണ്ടുവരുന്ന അവസരങ്ങൾ. 2 സൂചിപ്പിച്ചത് ഗൂഗിളിന്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലൂടെയുള്ള അവസരങ്ങൾ. 3ാമത് സൂചിപ്പിച്ചത് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്ന അവസരങ്ങൾ. ഇനിയും ഒട്ടനവധി അവസരങ്ങളുണ്ട്. 1-2 അവസരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. ബാക്കിയുള്ള കൂടുതൽ അവസരങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കാം. കാരണം ഓൾറെഡി ഈ വീഡിയോ അല്പം ലെങ്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഞാൻ വരുമാനം ഉണ്ടാക്കുന്ന ചില അവസരങ്ങളാണ് കൺസൾട്ടിങ്, ട്രെയിനിങ്, കോച്ചിങ്, ടോക്സ് ഇങ്ങനെയുള്ളത്. കാരണം എനിക്ക് കരിയറുമായി ബന്ധപ്പെട്ട ആ ഒരു നിഷിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു നിഷിൽ നിങ്ങൾക്കൊരു നല്ല നോളജ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യാം, ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം, ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടോക്സുകൾ നൽകാം, അതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ പല വെബിനാറുകൾക്ക് നേതൃത്വം നൽകാറുണ്ട്, അല്ലെ? എനിക്കറിയാവുന്ന മേഖലകളിൽ കരിയറുമായി ബന്ധപ്പെട്ട് അതിലൂടെ എനിക്ക് വരുമാനം കിട്ടും. അല്ലെ, കുറെ കുട്ടികൾ എന്നെ കരിയർ കൗൺസിലിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാറുണ്ട്, കരിയർ മെൻറ്ററിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അല്ലെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, കോളേജുകളിൽ ഞാൻ ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട്. ഇതിലൂടെയൊക്കെ എനിക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അത് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മേഖല, 3 മേഖല ഞാൻ അവിടെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. കരിയർ, ഹെൽത്ത്, ഫിനാൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു ടോക്ക് നൽകുന്നയാളോ മാറാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റുകളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെങ്കിൽ അവിടെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് മാറാനായിട്ട് പറ്റും, കോച്ചിങ് നൽകാനായിട്ട് പറ്റും, അതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ സൂചിപ്പിച്ചത് 4ാമത്തെ ഒരു വരുമാന സ്രോതസ്സാണ്. ഓൺലൈനിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ എന്ന് മനസ്സിലാക്കുക. 5ാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ട് ഈ 4 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അവസരങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ അവസരങ്ങൾ സൂചിപ്പിക്കാം. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കോട്ട് ഇങ്ങനെയുണ്ട്. അതിങ്ങനെയാണ്: ഡു സംതിങ് ടുഡേ ദാറ്റ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു ഫോർ. ഭാവി നിങ്ങളോട് നന്ദി പറയുന്ന ഒരു നല്ല കാര്യം ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 5 കൊല്ലങ്ങൾക്ക് ശേഷം അല്ലെ 10 കൊല്ലങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ 2025 ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്, താങ്ക് യു എന്ന് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഭൂതത്തോട് നന്ദി പറയുന്ന ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയത് ഒരു 4-5 പാർട്ട് ടൈം ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാവുന്ന ചില അവസരങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അതിൻ്റെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഈ അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് കേട്ട് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്സും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ഓർക്കുക, ഓൺലൈനിൽ ഒത്തിരി ചതിക്കുഴികളുണ്ട്, അതിൽ പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ അവസരങ്ങൾ, കൂടുതൽ അവസരങ്ങൾ വിശദമാക്കുന്ന 2ാമത്തെ വീഡിയോയും കാണാൻ മറക്കല്ല്. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നല്ലൊരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.